ഹായ് ഹലോ അസ്സലാമു അലൈക്കും. റോസ്ലിയ ക്രിയേഷൻസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് വന്നിട്ടുള്ളത് ഒരു കരിമണി ബ്രേസ്ലെറ്റ് ആയിട്ടാണ് കേട്ടോ. ഈ ഒരു തീമിൽ നിങ്ങൾക്ക് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് ബ്രേസ്ലെറ്റും അതുപോലെ ആങ്കിളറ്റ് ചെയിൻ ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഗോൾഡൻ ബോൾസാണ് എടുത്തിട്ടുള്ളത്. ഗോൾഡിൻ്റെ ടൈപ്പിലുള്ള ബീഡ്സ്, അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സ് ആണ് കേട്ടോ. ബ്ലാക്ക് ക്രിസ്റ്റൽ ബീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഇതാ അതിൻ്റെ ഹുക്ക് ഞാൻ ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക്, പിന്നെ അതുപോലെ ചക്കിരി ഇതൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗിയർ വയറാണ്, അതിലേക്ക് ഗിയർ ലോക്കും വേണം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഗിയർ വയർ എടുത്തിട്ടുണ്ട്. അതിന് നമുക്കൊരു അളവിൽ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. നമുക്ക് എത്രയാണോ അളവ് വേണ്ടത് ആ അളവിൽ കട്ട് ചെയ്തെടുക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. പിന്നെ ഞാൻ ഈ ഗിയർ ലോക്ക് എടുക്കുന്നുണ്ട്. ആ ഗിയർ ലോക്കിലാണ് നമുക്ക് ലോക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ഗിയർ ലോക്ക്. അപ്പോൾ നമ്മൾ ഗിയർ വയർ ഏതാണോ, സിൽവർ ആണെങ്കിൽ ഗിയർ ലോക്കും സിൽവർ എടുക്കുക. ഗിയർ വയർ ഗോൾഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് തന്നെ എടുക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഗിയർ ലോക്ക് എടുത്തിട്ടുണ്ട്. അതിനെ ഞാൻ ഗിയർ വയറിലേക്ക് കയറ്റി കൊടുത്തിട്ട് ബ്രേസ്ലെറ്റിൻ്റെ ഹുക്കും ഇട്ടിട്ട് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇടുന്ന മെത്തേഡ് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഒന്ന് നോക്കുക. ആദ്യം ഗിയർ ലോക്കാണ് ഇട്ടത്, പിന്നെ ബ്രേസ്ലെറ്റിൻ്റെ ഹുക്കാണ് ഇട്ടത്. ആ ഒരു കണ്ണിലേക്ക് ഇട്ടിട്ട് ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയറിനെ കടത്തി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അത് കടത്തി കൊടുത്തിട്ട് നമ്മൾ ജ്വല്ലറി ടൂൾസായ പ്ലയർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനൊന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം നമ്മൾ എത്രത്തോളം അതിനെ ടൈറ്റാക്കി കൊടുക്കുക എന്നിട്ടാണ് കേട്ടോ നമ്മൾ ആ പ്ലയർ വെച്ചിട്ട് അവിടെ പ്രസ് ചെയ്ത് കൊടുക്കേണ്ടത്. ഒറ്റ തവണ പ്രസ് ചെയ്താൽ തന്നെ അത് അവിടെ കിടന്നോളും. പിന്നെ അത് ഒന്നും പുറത്തേക്കൊന്നും പോകുന്നില്ല കേട്ടോ. ആ ലോക്കിൽ അവിടെ തന്നെ നിന്നോളും. എന്നിട്ട് നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക. 2 ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ബോൾ, 2 ക്രിസ്റ്റൽ ബീഡ്സ്, ഒരു ബോൾ. അങ്ങനെയാണ് കേട്ടോ ഈ ഒരു മെത്തേഡിൽ ഞാൻ ഒരെണ്ണം ഇങ്ങനെയാണ് ചെയ്തത്. ഈ ഒരു മെത്തേഡിലാണ് ചെയ്തത്. രണ്ടാമത്തേതാണ് ഞാൻ ചക്കിരി ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അത് ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. 2 ക്രിസ്റ്റൽ ബീഡ്സ്, ഒരു ഗോൾഡൻ ബോൾ. ഈ ഒരു മെത്തേഡിലാണ് കേട്ടോ ഞാനൊരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ചെറിയ കുഞ്ഞു മക്കൾക്കൊക്കെ നമ്മൾ ഇതുപോലത്തെ കരിമണി ബ്രേസ്ലെറ്റൊക്കെ ഇട്ട് കൊടുക്കുമല്ലോ. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് തന്നെ ചെയ്ത് കൊടുത്താൽ പുറത്തുനിന്ന് അധികം വില കൊടുത്തൊന്നും വാങ്ങണ്ട. ഇപ്പോൾ ഈ ബോളിൻ്റെ ഗോൾഡൻ ബീഡ്സൊക്കെ മൈക്രോയിൽ വരുന്നതാണ് കേട്ടോ. അത് പെട്ടെന്നൊന്നും കളർ പോവില്ല. അതുപോലെ തന്നെ ചക്കിരിയും അങ്ങനെ തന്നെയാണ്. കുറച്ച് വിലയുണ്ട്, പക്ഷേ എന്നാലും പെട്ടെന്നൊന്നും കളറൊന്നും പോവില്ല. നമുക്കിപ്പോൾ സ്വർണ്ണം വാങ്ങി ഇടാൻ കഴിയാത്തവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണെന്നുണ്ടെങ്കിലും ചെറിയ മക്കൾക്കാണെങ്കിലും ഇപ്പോൾ വലിയവരൊക്കെ ഇങ്ങനെ കരിമണീൻ്റെ ബ്രേസ്ലെറ്റ് ആണെങ്കിലും മാലയാണെങ്കിലും ഒക്കെ ഇടുന്നുണ്ടല്ലോ. അത് ഈ ഒരു മെത്തേഡിൽ തന്നെ നമുക്ക് ആങ്കിളറ്റും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിന് ഞാൻ ആദ്യം ഗിയർ ലോക്ക് ഇട്ട് കൊടുക്കുക. ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് ലോക്ക് ഇട്ട് കൊടുത്തതാണ്. ഫസ്റ്റ് നമ്മൾ ഗിയർ ലോക്കാണ് ഇട്ട് കൊടുക്കേണ്ടത്. അതിൻ്റെ പിന്നാലെയാണ് ഈ ഒരു ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ബ്രേസ്ലെറ്റിൻ്റെ ലോക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഈ ഫസ്റ്റ് ചെയ്ത ആ മെത്തേഡിൽ തന്നെ ചെയ്യുക. ഈ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ നമ്മളെ ഗിയർ വയറിനെ കടത്തി കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു കറുത്ത മുത്തിലൂടെയും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ എൻഡ് ഭാഗം അവസാനത്തെ ഉള്ള ആ ഗിയർ വയറിൻ്റെ അത് നമുക്കിങ്ങനെ ഡിസ്റ്റർബായിട്ട് കിടക്കില്ല. അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഞാൻ അടുത്ത ബ്രേസ്ലെറ്റിൽ ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ പെട്ടെന്ന് ചെയ്തതിൽ അത് മറന്നുപോയതാണ് ചെയ്യാൻ. അല്ലെങ്കിൽ ഇത് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലൂടെ കടത്തി കൊടുത്താലും മതി. അപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റിൻ്റെ ലോക്ക് നമ്മൾ പ്രസ്സാക്കിയിട്ടുണ്ട് കേട്ടോ. ഗിയർ ലോക്ക് പ്രസ്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കടത്തി കൊടുത്താലും മതി. അപ്പോൾ ഒരു വൃത്തിക്ക് കിട്ടിക്കോളും. അതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ വെറുതെ ഡിസ്റ്റർബായിട്ട് കിടക്കുകയൊന്നുമില്ല. അപ്പോൾ ഈ ഒരു മെത്തേഡാണ് കേട്ടോ. ഈ രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് നമ്മൾ ചക്കിരി ഉപയോഗിച്ചിട്ട് അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സും ബോളും ഉപയോഗിച്ചിട്ട് 3 ടൈപ്പ് ഈ 3 സാധനങ്ങളും ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അടുത്തൊരു ബ്രേസ്ലെറ്റ് ചെയ്യുന്നത്.
ഈ ചക്കിരി മൈക്രോ ആണ്, മൈക്രോൻ്റെ തന്നെ വാങ്ങുക, എന്നാലാണ് കളറ് പോവാതിരിക്കുകയുള്ളൂ. ചക്കിരി 2 തരം ഉണ്ട്, കളർ പെട്ടെന്ന് പോണതുകൊണ്ട് കേട്ടോ. അപ്പോൾ അത് ഉപയോഗിക്കാനായിട്ട് നല്ല ഇത് ഉപയോഗിക്കായിരിക്കും. പിന്നെ ബീഡ് ക്യാപ്പ് വെച്ചിട്ട് ചെയ്യാൻ പറ്റും കേട്ടോ. ബീഡ് ക്യാപ്പും ഉണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ബീഡ് ക്യാപ്പ് ഇപ്പോൾ സ്റ്റോക്കില്ല, അതുകൊണ്ടിട്ടാണ് ഞാൻ ബീഡ് ക്യാപ്പ് വെക്കാഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ മെറ്റീരിയൽ ഏതെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ ഞാൻ അയച്ചു തരുന്നതായിരിക്കും. ഇതല്ല, ഇതിന് കുറേ ജ്വല്ലറി മെറ്റീരിയൽ വേറെയും ഉണ്ട്, അതുപോലെ ഹെയർ ആക്സസറീസിൻ്റെ മെറ്റീരിയലും ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. ഇത് ഞാൻ ഇതുപോലെ തന്നെ ചെയ്തതിന് ഫസ്റ്റ് വന്നിട്ട് നമ്മൾ ഗിയർ ലോക്ക് എടുക്കുന്നു, പിന്നെ ബ്രേസ്ലെറ്റിൻ്റെ ഹുക്ക് എടുക്കുന്നു, അതിനെ കോർത്ത് കൊടുത്തിട്ട് പിന്നെ ഗിയർ ലോക്കിനെ അവിടെ പ്രസ്സാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. എല്ലാം ടൈറ്റിൽ നമ്മൾ പ്രസ്സാക്കി കൊടുക്കണം കേട്ടോ, എന്നാലും അവിടെ ഒരു സ്പേസ് കാണില്ല. നല്ലോണം ഈ ഒരു പ്ലെയർ ഉപയോഗിച്ചിട്ട് തന്നെ ടൈറ്റാക്കി കൊടുത്താൽ അവിടെ നല്ല ടൈറ്റിൽ നിന്നോളും. അപ്പോൾ അവിടെ ഒരു ബാലൻസ് ആയിട്ട് ഇങ്ങനെ കിടക്കില്ല, പിന്നെ കാണാനൊരു വൃത്തി ഉണ്ടാവും. അപ്പോൾ ഞാനവിടെ ഗിയർ ലോക്കിനെ പ്രസ്സാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കാം. ക്രിസ്റ്റൽ ബീഡ്സ് ഇടുമ്പോൾ തന്നെ നമുക്ക് ഫസ്റ്റ് അവിടെ പുറത്ത് കിടക്കുന്ന ആ ഒരു ഈ ഗിയർ വയറിനെ നമുക്ക് ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഉള്ളിലേക്ക് ആക്കി ഇട്ട് കൊടുത്താൽ എളുപ്പത്തിൽ പണി കഴിയും കേട്ടോ. പിന്നെ ഞാൻ ചക്കിരിയാണ് ഇടുന്നത് കേട്ടോ. പിന്നെ അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സ്, പിന്നെ ഒരു നടുഭാഗത്ത് എത്തുമ്പോഴാണ് ഞാൻ ഈ ഗോൾഡൻ ബോൾ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് പെട്ടെന്ന് തന്നെ കാണിക്കാം, കാരണം നമുക്ക് കുറേ ലാഗായിട്ട് പോകുന്നുണ്ട് വീഡിയോ, അതുകൊണ്ടിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ ഇത് ചെയ്ത് കാണിക്കാം കേട്ടോ. പിന്നെ ഇങ്ങനത്തെ ജ്വല്ലറി ഐറ്റംസുകളൊക്കെ നമുക്ക് തന്നെ ചെയ്തെടുക്കാൻ പറ്റും. അത്ര അധികം വിലയൊന്നും ആവില്ല. നമ്മൾ പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നല്ല വിലയൊക്കെ ഉണ്ടാവുമല്ലോ. പുറത്തുനിന്ന് വാങ്ങുന്നതിനേക്കാളും നമ്മൾ ഉണ്ടാക്കി നമ്മളെ മക്കൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നല്ല ഒരു സാറ്റിസ്ഫൈഡും കിട്ടുമല്ലോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കാൻ നോക്കുക. പിന്നെ ഫാൻസി ഐറ്റംസുകൾ ഞാൻ സെയിലാക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്നും ഈ നമ്പറിൽ തന്നെ മെസ്സേജ് അയച്ചാൽ കിട്ടുന്നതായിരിക്കും. അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്, പർച്ചേസ് ചെയ്യേണ്ട ലിങ്ക്. അപ്പോൾ നിങ്ങൾക്ക് ആമസോൺ, ഫ്ലിപ്കാർട്ട് പോലെയുള്ള സൈറ്റിൽ നിന്നൊക്കെ എങ്ങനെയാണോ പർച്ചേസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അതിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും അതിൽ കിട്ടാത്ത എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ എന്നോട് ചോദിച്ച് നോക്കാം. കുറച്ച് സാധനങ്ങൾ ഫാൻസി സാധനങ്ങൾ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിലൊക്കെ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഞാനിതാ ഏകദേശം ഒരു നടുഭാഗത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഒരു ബോളും കൂടെ ചെയ്യാണ് കേട്ടോ. ബോളിൽ ഒരു ബോൾ എടുക്കുക, പിന്നെ ചക്കിരി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു ബോൾ, അങ്ങനെ പിന്നെയാണ് ക്രിസ്റ്റൽ ബീഡ്സ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അത് ഫോട്ടോയിൽ കണ്ട പോലെയാണ്, ഫോട്ടോയിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ ലോക്ക് ഇടുന്നതും ഇതുപോലെയാണ്. ലോക്ക് ഫസ്റ്റ് ഗിയർ ലോക്ക് ഇടുക, പിന്നെ നമ്മുടെ ബ്രേസ്ലെറ്റിൻ്റെ ലോക്ക് ഇടുക, അതിലൂടെ ഗിയർ ലോക്കിലൂടെ നമ്മുടെ ഗിയർ വയറിനെ കടത്തി കൊടുത്തിട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇപ്പോൾ രണ്ടാമത്തെ ഇതിലാണ് ഞാൻ ഈ ലോക്ക് ഇടുന്നത് ഞാൻ കാണിക്കുക, അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ഈ ഒരു ഗിയർ ലോക്ക് ഇടുമ്പോൾ തന്നെ നമ്മൾ ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കയറ്റി കൊടുത്താൽ മതി. ഇതുപോലെ ഈ ഗിയർ ലോക്ക് ഇടുമ്പോൾ ഈ ഒരു ക്രിസ്റ്റൽ ബീഡ്സിൻ്റെ ഉള്ളിൽ കൂടെ കയറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തി കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് റിസ്ക്കാണ്. ഇങ്ങനെ ആകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ പണി ചെയ്യുകയും ചെയ്യും. എന്നിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുത്താൽ നമുക്കൊരു ബ്രേസ്ലെറ്റിന് വൃത്തിക്ക് കിട്ടിക്കോളും. അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടതെന്നുണ്ടെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയൊക്കെയാണ് വീഡിയോ ഉള്ളത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക കേട്ടോ. എന്നാലും ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ എത്തുകയുള്ളൂ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് കേട്ടോ.
അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും എല്ലാവർക്കും ബായ്.